ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. നാളെ നടക്കുന്ന മത്സരത്തിൽ ബ്രസീലിന്റെ എതിരാളികൾ സ്കോട്ട്ലാൻഡ് ആണ്. ഈ മത്സരത്തിൽ ബ്രസീലിന് വിജയിക്കേണ്ടതുണ്ട്. റൗണ്ട് ഓഫ് 32-ൽ നെതർലൻഡ്സിനെ ലഭിക്കാനുള്ള ഒരു സാധ്യത ഇവിടെ അവശേഷിക്കുന്നുണ്ട്. നെതർലൻഡ്സ് മികച്ച ഫോമിൽ കളിക്കുന്ന ഒരു ടീമാണ്. അതുകൊണ്ട് തന്നെ ബ്രസീലിന് നെതർലൻഡ്സ് വലിയ വെല്ലുവിളിയാകും എന്ന തരത്തിലുള്ള നിരീക്ഷണങ്ങളൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വന്നിരുന്നു. ബ്രസീലിയൻ ഇതിഹാസമായ റൊണാൾഡോ നസാരിയോയും അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് നെതർലൻഡ്സിനെ ഇപ്പോൾ ഒഴിവാക്കാൻ ബ്രസീൽ പരമാവധി ശ്രമിക്കേണ്ടതുണ്ട് എന്നാണ് റൊണാൾഡോ നസാരിയോയുടെ അഭിപ്രായം. ജപ്പാനോ സ്വീഡനോ ആണെങ്കിൽ പ്രശ്നമില്ല എന്നുകൂടി റൊണാൾഡോ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: അടുത്ത റൗണ്ടിൽ നെതർലൻഡ്സിനെ നേരിടേണ്ടി വരുന്നത് ബ്രസീൽ ഒഴിവാക്കണം. കാരണം അത് വളരെ നേരത്തെയാകും. നെതർലൻഡ്സിനെ നേരിടാനുള്ള ഒരു തയ്യാറെടുപ്പ് ഇപ്പോൾ ബ്രസീലിന് ലഭിച്ചിട്ടില്ല. ഓരോ മത്സരം കൂടുന്തോറും നമ്മൾ ശരിയായി വരുന്നതേ ഉള്ളൂ. നമ്മൾ ഇനിയും വളരേണ്ടതുണ്ട്. ജപ്പാൻ, സ്വീഡൻ എന്നിവർ പ്രശ്നമാവില്ല. അവരെ മറികടക്കാൻ നമുക്ക് കഴിഞ്ഞേക്കും. ഇതാണ് റൊണാൾഡോ നസാരിയോ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഒരു കാരണവശാലും ജപ്പാനെ എഴുതിത്തള്ളാൻ കഴിയില്ല എന്നുള്ളതാണ്. മികച്ച പ്രകടനമാണ് സമീപകാലത്ത് ജപ്പാൻ പുറത്തെടുക്കുന്നത്. നെതർലൻഡ്സ് ആണെങ്കിലും ജപ്പാൻ ആണെങ്കിലും ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഒരുപോലെ വെല്ലുവിളി ഉയർത്തുന്ന ടീമുകളായിരിക്കും. പക്ഷേ എതിരാളികൾക്കനുസരിച്ച് കളിക്കുന്ന ഒരു ടീമാണ് ബ്രസീൽ. ഏത് എതിരാളികൾ വന്നാലും അതിനെ മറികടക്കാൻ ബ്രസീലിന് സാധിക്കും എന്നാണ് ആരാധകരുടെ ഒരു ശുഭാപ്തി വിശ്വാസം. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.